ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ പറശ്ശിനിക്കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഞങ്ങൾ പോകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഓൺ ദ വേ. എവിടെ പോകുന്നു? കുർത്തയിലിട്ടിട്ടുണ്ടല്ലോ. കുർത്ത വളയെല്ലാം കാണിച്ചെടുക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങളിതാ ഇപ്പൊ കൂത്തുപറമ്പെത്തുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളോട് കുറെ പേര് ചോദിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം എവിടെയാണ്. നമ്മുടെ സ്ഥലം ശരിക്കും മാനന്തേരിയാണ്. മാനന്തേരി കൂത്തുപറമ്പ്. അപ്പൊ ഇത് ഞങ്ങൾ അങ്ങനെ ഇതാ കൂത്തുപറമ്പ് എത്തിയിട്ടില്ലത്. കൂത്തുപറമ്പ് ഇപ്പൊ എത്തും. ഗൈസ്, ഞങ്ങളിതാ കൂത്തുപറമ്പിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്തിക്കടയുടെ അടുത്തൂടെ പോവാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് കയറി വരുന്നത് ബറീസിലേക്കാണല്ലേ. ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ. ബറീസിലെ ഫുഡ് അടിപൊളിയാണ്. പോയിട്ട് കഴിച്ചവർക്ക് അറിയാം, മന്തി എല്ലാം അടിപൊളി മന്തിയാണ്. അങ്ങനെ അതുകൊണ്ട് മാത്രം പറഞ്ഞൊന്നുമില്ലല്ലോ, പരസ്യം കാര്യങ്ങളൊന്നുമല്ല. അപ്പം അങ്ങനെ ഞങ്ങളിത് എവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത്. അതായത് ചെറിയൊരു തലവേദന വരുന്ന പോലെ. അപ്പോൾ ഒരു ചായ കുടിച്ചാൽ മാറുന്ന തലവേദനയും മലയാളികൾക്കുള്ളൂ അല്ലേ? അല്ല, എന്റെ തലവേദന മാറൂല. ഭർത്താക്കന്മാർ തലവേദന ഒരിക്കലും മാറൂല. ചിക്കൻ ഒന്നും തിന്നാൻ പാടില്ല. മുത്തപ്പന്റെ അടുത്ത പോന്ന്. കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഓൾറെഡി നമ്മൾ നല്ല ലേറ്റ് ആയില്ലേ. കുറച്ച് അങ്ങോട്ടൊന്ന് ചായ കുടിക്കാം. ലിപ്സ്റ്റിക് പോവും. അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് പിന്നെ യാത്രയിലാണ്. നല്ല ലേറ്റ് ആയല്ലേ. അപ്പൊ ഇതാ കാണുന്നത് മുത്തപ്പന്റെ മടപ്പുരയുണ്ട്. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങളിത് പാലത്തിന്റെ മേലെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തപ്പന്റെ അടുത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ ഭക്ഷണത്തിന് വന്നാലും എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം എപ്പോൾ റെഡി ആയിരിക്കും ഇവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. വിശന്നുകൊണ്ട് റീച്ച് പോകാൻ പാടില്ല എന്നുള്ളത്. അതാണ് പിന്നെ വരുമ്പം തന്നെയുള്ള ഇത്. ഇപ്പൊ ചെറുപയറ്, മാധവില്ല, ഒന്നുമില്ല. ആര് വന്നാലും ഭക്ഷണം. ഒരു പ്രാവശ്യം ഇതേപോലെ പിന്നെ ഇവിടുത്തെ സ്കൂളിലെ പിള്ളേരില്ലേ, സ്കൂളിലെ പിള്ളേർ പിന്നെ പണ്ട് കുറേ മുന്നേ തോന്നുന്നു വന്നിട്ട് ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് എന്തെല്ലോ ഇതെല്ലാം ഉണ്ടായിരുന്നു. പ്രശ്നം വെച്ചിട്ട് എന്തെല്ലോ ഇതെല്ലാം ഉണ്ടായിരുന്ന പറഞ്ഞ അറിയില്ല. ഇതെല്ലാം ഇങ്ങനെ പറയുന്നതൊക്കെ അറിയില്ല. പക്ഷെ എന്നാലും ആ ഭക്ഷണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എത്ര ആൾ വന്നു കഴിഞ്ഞാലും ആ ഒരു ഭക്ഷണം എപ്പോൾ ഉണ്ടാവും. അതാണ് നമ്മളിതാ ഇപ്പൊ നമ്മളിതാ പറശ്ശിനിക്കടവിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങക്ക് മുത്തപ്പന്റെ ഒരു ഇത് കാണിച്ചു തരാട്ടോ. ടൂറിസ്റ്റ് പോവാണ് ഐസ്. മുത്തപ്പന്റെ എന്ത് ഭംഗിയല്ലേ. പാർക്കിംഗ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. ഇത് പാർക്കിംഗ് അല്ലേ? അപ്പൊ അങ്ങനെ ഞങ്ങളിതാ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്.
സന്നിധിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അവരിതാ പോണു. ഗൈസ് രാത്രി വന്നു കഴിഞ്ഞാൽ ചായ കിട്ടൂല, നമുക്കിത് മാത്രമേ കിട്ടൂ. എല്ലാവരും ഓർമ്മിച്ചോട്ടാ, 8 മണിക്ക് മുന്നേ വരിക. ഗൈസ് അപ്പോൾ ഉള്ളിലത്തെ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്, ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഉള്ളിൽ നിന്ന് വെള്ളാട്ടം നടക്കുന്നുണ്ട്, കാണുന്നുണ്ടോന്ന് അറിയില്ല. ഉള്ളിൽ നിന്ന് വീഡിയോസ് നടക്കാൻ പാടില്ല കേട്ടോ. എന്തോ കളിക്കേണ്ട സാധനം എന്താ വേണ്ടേ? സാധനം വേണ്ട വേണ്ട വേണ്ട. എന്നാ വേണ്ടേ? സാധനം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറശ്ശിനിക്കടവിൽ നിന്ന് ഇറങ്ങി മുത്തപ്പനെ കണ്ടു, പ്രസാദം കഴിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ സമാധാനത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി ഗൈസ്. അപ്പോൾ നല്ല ലേറ്റായി, കുളിച്ച് മാറ്റി ഉറങ്ങണം. അപ്പോൾ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അപ്പോൾ ടാറ്റാ.